بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്ത് ഷുആറാ 145 മുതൽ 153 വരെ ഉള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. وما أسألكم عليه من أجر وما أسألكم അവിടെ മദ് മുൻഫസിൽ ജായിസ് നൽകി അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. ഹംസകളൊക്കെ വളരെ ക്ലിയറായി ഉച്ചരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അസ് അലുക്കും, പലപ്പോഴും ആളുകൾ അസാലുക്കും അസാലുക്കും എന്ന് ഹംസ വ്യക്തമാക്കാതെ പറയും, അത് ശ്രദ്ധിക്കേണ്ടത്. അസ് അലുക്കും അലൈഹി, സക്കിനത്തെ മീമും ശേഷം ഐനും വന്നിട്ടുണ്ട്. ഇൽഹാർ ഷഫഈ നൽകി മീമിനെ വെളിവാക്കണം, മണിക്കാതെ ഉച്ചരിക്കണം. അലൈഹി മിൻ അജർ, മിൻ ഇതിലുള്ള സക്കിനത്തെ നൂനിന് ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. അജർ എന്നതിൽ ജീമിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ വ്യക്തമാക്കേണ്ടതാണ്. വഖഫ് ചെയ്യുക, അതുകൊണ്ട് റാഇന് തഫ്ഖീമാണ്. ചേർത്തോതുമ്പോൾ മിൻ അജിരീൻ ഇൻ അജിരിയ എന്നിങ്ങനെ റാഗുകൾക്ക് തർക്കീഖ് വരുന്നു. ഇൻ അജിരിയ അവിടെയും സാക്കിനത്ത നൂനിന് ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കുക. ജീമിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കുക. ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ, ഐനുകളൊക്കെ വ്യക്തമാക്കാൻ ശ്രദ്ധിക്കണം. തൊണ്ടയുടെ മധ്യമാണ് ഐനിൻ്റെ മഖ്റജ്. റബ്ബി എന്ന് പറയുമ്പോൾ റാഇന് തഫ്ഖീമാണ്, തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. അതുത്റകൂന, അതുത്റകൂന താഇൻ്റെ ഉച്ചാരണം ഹംസ്, ഷിദ്ദ തുടങ്ങിയ സിഫത്തുകളുള്ള അക്ഷരമാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുത്റകൂന റാഇന് തഫ്ഖീം കൊടുക്കണം, ഫത്ഹ അതുണ്ട്. ഫീമാ ഹാഹുന, അതുത്റകൂന കാഫും ഹംസും ഷിദ്ദത്തൊക്കെയുള്ള അക്ഷരം തന്നെ ശ്രദ്ധിക്കുക. ശേഷം ഹാകൾ, ഫീമാ ഹാഹുന, ഹാ അതിൻ്റെ മഖ്റജിൽ നിന്ന് വ്യക്തമായി ഉച്ചരിക്കണം. പ്രത്യേകം സൂചിപ്പിക്കാൻ കാരണം അത് പലപ്പോഴും പലരും തെറ്റിച്ചുകൊണ്ട് ഓതിപ്പോകുന്നു എന്നതുകൊണ്ടാണ്. ഫീമാ ഹാഹുന ആമിനീൻ, അവിടെ ദീർഘം വരുന്നത് മദ് മുൻഫസിൽ ജായിസാണ്. ഹാഹുന എന്നതിൽ അലിഫിൻ്റെ ദീർഘം 4-5 ഹറക്കത്തിൻ്റെ അളവ് ദീർഘിപ്പിക്കുക. ആമിനീൻ മദ്ദുൽ ബദൽ എന്നാണ് പറയപ്പെടുന്നതെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ റിവായത്തിൽ അവിടെ ദീർഘം വരുന്നില്ല, 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘം മാത്രമാണ്. ഫീ ജന്ന, ഫീ ജന്നാത്തിൻ എന്നതിൽ ഷദ്ദുള്ള നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഫീ ജന്നാത്തിൻ വഉയൂൻ, താഇൻ്റെ തൻവീൻ ശേഷമുള്ള വാവിൽ ലയിപ്പിച്ച് ഇദ്ഗാം ബിഗുന്ന ചെയ്ത് ഉച്ചരിക്കണം. ഉയൂൻ, ഐനിൻ്റെ ദമ്മ് തെറ്റിപ്പോവാതെ, ഉയൂൻ ഒന്ന് ആയിപ്പോവരുത്, അവ്യക്തമാവരുത്, ശ്രദ്ധിക്കുക. എല്ലാ ഹർഫും കൃത്യമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് അവയുടെ വ്യക്തമായ ഉച്ചാരണം നൽകിക്കൊണ്ട് പാരായണം ചെയ്യണം. വസുറൂഇൻ വനഖ്ലിൻ തൽഉഹാ, ഇവിടെയൊക്കെ നല്ല ശ്രദ്ധ വേണം. സുറൂ റാഇ തടിപ്പിച്ച് ഉച്ചരിക്കണം. തൻവീനുണ്ട് ഐനിൻ്റെ, അതിന് ശേഷമുള്ള വാവിൽ ലയിപ്പിച്ച് ഇദ്ഗാം ബിഗുന്ന ചെയ്തുകൊണ്ട് ഉച്ചരിക്കുക.
വനഖ്ലിൻ ഖാഇന് തഫ്ഖീമാണ്. സുറൂ എന്നതിൽ റായിന് തഫ്ഖീമാണ്. അതേപോലെ നഖ്ലീൻ എന്ന ഖാഇനും തഫ്ഖീമാണ്, ഇസ്തിഅലാന്റെ ഹർഫാണ്. വനഖ്ലീൻ എന്നതിലെ തൻവീൻ ശേഷം ത്വാ വന്നതുകൊണ്ട് ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കുക. മണിക്കലിൽ തഫ്ഖീമാണ്, കാരണം ശേഷമുള്ള ത്വാ ഇസ്തിഅലാന്റെ അക്ഷരമാണ് എന്നതുകൊണ്ട് വനഖ്ലിൻ ത്വൽഉഹ എന്ന് ഉച്ചരിക്കുക. ത്വൽഉഹ ഹദീം. ഹദീം നേരത്തെ ഞാൻ ഹാകളെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു, അതിവിടെ ശ്രദ്ധിക്കുക. ബാദിനാണ് ഇവിടെ തഫ്ഖീമുള്ളത്, പക്ഷേ കസ്റായതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ലെവലിലുള്ള തഫ്ഖീമാണ്. ഹദീം ബാദ് അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കാനും ശ്രദ്ധിക്കുക പ്രത്യേകം. വതൻഹിതൂന സാക്കിനത്താനൂനും ശേഷം ഹഉമാണ്, ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കുക. وتنحتون من الجبال بيوتا فارهين. തൻവീനും ശേഷം ഫാഉമാണ്, ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കണം. തൻവീനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഫത്തഖുല്ലാഹ വഅതീഊൻ ആവർത്തിച്ച് വരുന്നൊരു വചനമാണിത്. ഫത്തഖുല്ലാഹ ഖാഫ് തഫ്ഖീം ചെയ്യുക. ഫത്തഖൂ എന്നതിലെ വാവ് ഇൽത്തിഖാഉ സാക്കിനേന് വേണ്ടി കളയപ്പെടുന്നതാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അള്ളാഹ് എന്ന ഇസ്മുൽ ജലാലയിലെ ലാമിനെ തഫ്ഖീം ചെയ്യണം. തൊട്ടു മുമ്പിൽ ഉച്ചരിക്കപ്പെടുന്നത് ദമ്മാണ് എന്നതുകൊണ്ടാണ്. ഫത്തഖുല്ലാഹ വഅതീഊൻ. ത്വാഇന് കസ്റുണ്ട്, കുറഞ്ഞ തഫ്ഖീം നൽകി ത്വാഇനെ ഉച്ചരിക്കുക. വീണ്ടും വലാ തുതീഉ, അവിടെയും അതേ ഹുക്മ് തന്നെ, തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ് ത്വാ, പക്ഷേ കസ്റായതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ തഫ്ഖീമാണ് വരിക. വലാ തുതീഉ അംറ, അവിടെ വാവിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അതിന് ദീർഘം നൽകുക. അംറ എന്നതിലെ സക്കിനത്തെ മീമിനെ ഇൽഹാർ ഷഫഈ നൽകി മണിക്കാതെ വെളിവാക്കണം. റാഇന് തഫ്ഖീം കൊടുക്കുക. അംറൽ മുസ്രിഫീൻ. അംറൽ മുസ്രിഫീൻ അല്ലദീന യുഫ്സിദൂന ഫിൽ അർദ്. പ്രത്യേകിച്ച് ഹുക്മുകളൊന്നുമില്ലെങ്കിലും അക്ഷരങ്ങൾ വ്യക്തമായി അതിൻ്റെ ഹക്കും മുസ്തഹക്കും നൽകി ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. ഫിൽ അർദി റായിന് തഫ്ഖീമാണ്, ദ്വാദിന് തഫ്ഖീം പക്ഷേ കസ്റായതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം. വലാ യുസ്ലിഹൂൻ സ്വാദിനും തഫ്ഖീം. വലാ യുസ്ലിഹൂൻ. ഖാലൂ, ഈ വാവിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ് എന്നത് ശ്രദ്ധിക്കുക. ഖാഫിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീമുണ്ട്. ഇസ്തിഅലാന്റെ അക്ഷരമാണല്ലോ ഖാഫ്. ഖാ എന്ന തഫ്ഖീമോടുകൂടിയുള്ള തടിപ്പിച്ചുള്ള ശബ്ദം. ഖാലൂ ഇന്നമാ, ശദ്ദുള്ള നൂനിനെ മണിക്കണം. ഇന്നമാ അൻത, വീണ്ടും മദ് മുൻഫസിൽ ജായിസ്, അലിഫിന് 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകുക. ശേഷം ഹംസ അടുത്ത പദത്തിൻ്റെ ആരംഭത്തിൽ വന്നതാണ് കാരണം. അൻത സാക്കിനത്തെ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കണം. അൻത മിനൽ മുസഹ്ഹരീൻ. ഹ ആണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എല്ലാ അക്ഷരവും കൃത്യമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് വ്യക്തമായി മൊഴിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. وما أسألكم عليه من أجر إن أجري إلا على رب العالمين. أتتركون فيما هاهنا آمنين في جنات وعيون
وزروع ونخل طلعها هضيم وتنحتون من الجبال بيوتا فارهين فاتقوا الله وأطيعون ولا تطيعوا أمر المسرفين الذين يفسدون في الأرض ولا يصلحون قالوا إنما أنت من المسحرين. മഹാനായ സാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജനതയെ ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുകയും അവരോട് അള്ളാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമൊക്കെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്ന വചനങ്ങളാണ് നാം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ എൻ്റെ ആജ്ഞകൾ അനുസരിക്കണം എന്ന ആ കൽപ്പന ഫത്തഖുല്ലാഹ വഅതീഊൻ. ശേഷം അദ്ദേഹം അവരോട് പറയുകയാണ്, വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ, എൻ്റെ ഈ ദൗത്യത്തിനു പകരമായി ഞാൻ നിങ്ങളോട് യാതൊരു കൂലിയും ചോദിക്കുന്നില്ല. ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ, എൻ്റെ പ്രതിഫലം, എൻ്റെ കൂലി ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മേൽ മാത്രമാണ്, അവനിൽ നിന്നാണ് ഞാൻ കൂലി പ്രതീക്ഷിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. വീണ്ടും അദ്ദേഹം ചോദിക്കുന്നു, അതുത്റകൂന ഫീമാ ഹാഹുന ആമിനീൻ, ശക്തന്മാരായ കല്ലുകൾ തുരന്ന് ഭവനങ്ങൾ നിർമ്മിച്ചിരുന്നതായ ആ വിഭാഗത്തോട്, എന്ന് മാത്രമല്ല അവിടെ പല കായ്കനികളും സസ്യലതാദികളും തോട്ടങ്ങളും എല്ലാം അള്ളാഹു അവർക്ക് അനുഗ്രഹമായി ഉൽപ്പാദിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളൊക്കെ നിലനിൽക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അദ്ദേഹം ചോദിക്കുന്നു, അതുത്റകൂന, നിങ്ങൾ ഉപേക്ഷിക്കപ്പെടുമോ, ഫീമാ ഹാഹുന, ഇവിടെയുള്ളതിൽ. ഹാഹുന എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഭൂമിയിൽ ഈ പ്രദേശത്ത് അള്ളാഹു നിങ്ങൾക്ക് ചെയ്തെന്ന ഈ അനുഗ്രഹങ്ങളിൽ, ആമിനീന, സുരക്ഷിതരായിക്കൊണ്ട്, ഫി ഹാദിഹി ദുനിയ ആമിനീന മിനൽ അദാബി വസ്സവാലി വൽ മൗത്ത്, ശിക്ഷയിൽ നിന്നും മരണത്തിൽ നിന്നുമൊക്കെ നിങ്ങൾ രക്ഷപ്പെട്ട് കാലാകാലവും മുസ്തഖിരീന, ഇവിടെ സ്ഥിരതാമസക്കാരായിക്കൊണ്ട് നിങ്ങൾ കഴിഞ്ഞുകൂടുമെന്ന് നിങ്ങൾ ഭാവിക്കുകയാണോ, വിചാരിക്കുകയാണോ? ഫി ഹദായിഖ മുസ്മിറ വഉയൂനിൻ ജാരിയ വസുറൂഇൻ കസീറ, ശേഷം പറയുന്നു അല്ലേ, ഫി ജന്നാത്തിൻ വഉയൂൻ എന്ന് വെച്ചാൽ ഈ തോട്ടങ്ങളിലായിക്കൊണ്ടും അരുവികളിലുമൊക്കെ ആയിക്കൊണ്ട്, അതൊക്കെ അള്ളാഹു അവിടെ ഉൽപ്പാദിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. വസുറൂഇൻ, കൃഷിയിടങ്ങൾ, സറഅ എന്ന് പറഞ്ഞാൽ കൃഷിയാണ്. വനഖ്ലിൻ, ഈത്തപ്പന. തൽഉഹ ഹദീം, അതിൻ്റെ കുലകൾ കായ്ച്ച് പാകമായി തൂങ്ങി നിൽക്കുന്ന, ഇടതൂർന്ന് തൂങ്ങി നിൽക്കുന്ന, ഭാരം തൂങ്ങി നിൽക്കുന്ന വിധത്തിലുള്ള കുലകളാണ് അതിനുള്ളത്. തൽഉഹ ഹദീം ഐ നദീദുൻ കസീർ. അങ്ങനെയുള്ള ഈ അനുഗ്രഹങ്ങളിലായിക്കൊണ്ട് നിങ്ങൾ കാലാകാലം സുരക്ഷിതരായി കഴിഞ്ഞുകൂടുമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? വതൻഹിതൂന മിനൽ ജിബാലി, പർവ്വതങ്ങൾ നിങ്ങൾ കൊത്തിയുണ്ടാക്കി അതിൽ നിന്ന് നിങ്ങൾ നിർമ്മിക്കുന്നു. വതൻഹിതൂന മിനൽ ജിബാലി, പർവ്വതങ്ങളിൽ നിന്ന് നിങ്ങൾ കൊത്തിയുണ്ടാക്കുന്നു. ബുയൂതൻ, ഭവനങ്ങൾ. ഫാരിഹീന, നിങ്ങൾ സന്തുഷ്ടരായി ആഹ്ലാദപ്രമത്തരായിക്കൊണ്ട് ഈ വീടുകൾ പർവ്വതങ്ങളിൽ കൊത്തിയുണ്ടാക്കി കഴിഞ്ഞുകൂടുകയും ചെയ്യുന്ന അത്രക്ക് ശക്തന്മാരായ അനുഗ്രഹം ലഭിച്ച വിഭാഗങ്ങളായ നിങ്ങൾ, അത് ഇങ്ങനെ കാലാകാലവും നിങ്ങൾക്കിങ്ങനെ
നിലനിൽക്കുമെന്നാണോ ഭാവം എന്ന് ചോദിക്കുക. അതുകൊണ്ട് ഫത്തഖുല്ലാഹ വഅതിഊൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊള്ളൂ, എന്നെ അനുസരിച്ചു കൊള്ളൂ എന്ന് വീണ്ടും അവരോട് അദ്ദേഹം ആജ്ഞാപിക്കുന്നു, കൽപ്പിക്കുന്നു. വലാ തുതിഉ, നിങ്ങൾ അനുസരിച്ചു പോകരുത്, അംറൽ മുസ്രിഫീൻ. മുസ്രിഫീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇസ്രാഫ്, അമിതമായി അക്രമം പ്രവർത്തിക്കുക. അക്രമകാരികളുടെ കൽപ്പന നിങ്ങൾ അനുസരിച്ചു പോകരുത്, അതാണ് അതിൻ്റെ അർത്ഥം. ആരാണവർ? അല്ലദീന യുഫ്സിദൂന ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരായ അക്രമകാരികളായ ആളുകൾ. വലാ യുസ്ലിഹൂൻ, അവർ ഒരു നന്മയും പ്രവർത്തിക്കുന്നില്ല. ഫസാദിൻ്റെ നേർവിപരീതമാണ് സലാഹ്, അല്ലെങ്കിൽ സലാഹിൻ്റെ വിപരീതം ഫസാദ് അല്ലേ? ഭൂമിയിൽ നന്മ പ്രവർത്തിക്കേണ്ട ആളുകൾ, അതിന് പകരം അവർ ചെയ്യുന്ന എന്താണ്? ഫസാദാണ്, കുഴപ്പമാണ്. യുഫ്സിദൂനയുടെ നേർവിപരീതം യുസ്ലിഹു. അല്ലദീന യുഫ്സിദൂന ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരായ, വലാ യുസ്ലിഹൂന, നന്മ പ്രവർത്തിക്കാത്തവരായ അക്രമകാരികളുടെ കൽപ്പന നിങ്ങൾ അനുസരിച്ചു പോകരുത് എന്ന് അദ്ദേഹം അവരെ ഉപദേശിക്കുകയാണ്. വീണ്ടും അവർ അദ്ദേഹത്തിന് നൽകുന്ന വീണ്ടും അവർ അദ്ദേഹത്തോട് പറയുകയാണ്, ഖാലൂ ഇന്നമാ അൻത മിനൽ മുസഹ്ഹരീൻ, നീ സിഹ്ർ ബാധയേറ്റവനല്ലാതെ മറ്റൊന്നുമല്ല. ഇന്നമാ അൻത, നിശ്ചയമായും നീയാണ്, മിനൽ മുസഹ്ഹരീൻ, സിഹ്ർ ബാധ ഏൽപ്പിക്കപ്പെട്ട, സിഹ്ർ ബാധ ഏറ്റ ആളുകളിൽ പെട്ടവനാണ് എന്ന് അവർ അദ്ദേഹത്തോട് മറുപടി പറയുന്നു. വീണ്ടും അവർ പറയുന്ന പല കാര്യങ്ങളും അദ്ദേഹം അതിന് നൽകുന്ന മറുപടിയും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമായി ഒട്ടകത്തെ അവർക്ക് നൽകിയതുമൊക്കെയുള്ള കാര്യങ്ങൾ ശേഷം വചനങ്ങളിലൂടെ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് അതൊക്കെ വഴിയെ മനസ്സിലാക്കാം.